അതിൻ്റെ അവസാനം വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, സുമ്മ തിയോളജിയിൽ നിന്ന് എടുത്തത്. ഞാൻ അതിൻ്റെ അവസാന ഭാഗം മാത്രം എടുക്കാൻ കേട്ടോ. ചില വാഗ്ദാനങ്ങൾ പുതിയ ഉടമ്പടിയുടെ എങ്ങനെയായാലും പഴയ നിയമം സ്നേഹം അനുശാസിച്ചിരുന്നെങ്കിലും, പഴയ നിയമം സ്നേഹം അനുശാസിച്ചിരുന്നല്ലോ. കൽപ്പനകളുടെ സാരാംശം സ്നേഹമാണല്ലോ. സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം. ഇത് കോമൺ ഫാക്ടർ ഉണ്ട്. സ്നേഹം അനുശാസിച്ചിരുന്നെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വർഷിക്കുന്ന പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. ആരായിരിക്കണു? സുമ്മ തിയോളജിയിൽ തോമസ് അക്വീനാസിൻ്റെ പ്രബോധനമാണ്. ഇത് ഞാൻ വായിച്ചതിൻ്റെ രണ്ടർത്ഥമാണ്. ഇവിടെ പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോളൂ. 1965. ഇത് നിങ്ങളുടെ ആരുടെയും ബർത്ത് ഇയർ ഒന്നും അല്ല, ഇത് CCCയുടെ നമ്പറാണ്. 1965 ജനിച്ചവരില്ലേ ഇവിടെ? എത്ര പേരുണ്ടെന്ന് കൈവക്കിയേ? കണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, പെട്ടെന്ന് ഓർത്തിരിക്കാൻ നല്ലതാ. 1965 പുതിയ നിയമം അഥവാ സുവിശേഷ നിയമം ലോകത്തിൽ സ്വാഭാവികവും ആവിഷ്കൃതവുമായ ദൈവിക നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. അത് പ്രത്യേകമാം വിധം മലയിലെ പ്രസംഗത്തിൽ പ്രകാശിതമായിരിക്കുന്നു. ഒന്ന് ടൈറ്റാക്കിയ മതി. പ്രകാശിതമായിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെയും പ്രവൃത്തിയാണ്. കണ്ടോ? പ്രൈസ് ദ ലോർഡ്. അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. മലയിലെ പ്രസംഗത്തിൽ അത് പ്രകാശിതമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു ഉപദേശം, മത്തായി 5:6-7 3 അധ്യായങ്ങൾ നിങ്ങൾ ശരിക്ക് പഠിക്കണം. മത്തായി 5:6-7 അതിൽ ഇതിൻ്റെ വ്യത്യാസങ്ങളെല്ലാം ഈശോ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിട്ടില്ലേ, കൊല്ലരുത്, പഴയ നിയമം. ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ അതേ തിന്മയാണ് ചെയ്യുന്നത്. അതാണ് പുതിയ നിയമം. അങ്ങനെ ഓരോ പ്രമാണങ്ങളെ എടുത്ത് ഈശോ പഠിപ്പിക്കുകയാണ്. എന്താണ് 10 കൽപ്പനകളിലും ഈശോ നൽകിയ പ്രമാണവും തമ്മിലുള്ള വ്യത്യാസം. വ്യഭിചാരം ചെയ്യരുത് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ? അറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അത് വെച്ച് കുമ്പസാരിക്കുകയാണെങ്കിൽ നമ്മളൊരു വ്യഭിചാരം ചെയ്യണില്ല, കൊല്ലണില്ല. പിന്നെ എന്താ കുമ്പസാരിക്കാനുള്ളത്? ഈശോ പറയാണ്, ഒരു സ്ത്രീയെ ആസക്തിയോടെ അല്ലെങ്കിൽ പുരുഷനെ ആസക്തിയോടെ നോക്കുമ്പോൾ അവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു. ഇത് എവിടുത്തെ നിയമം? ഇതാണ് യേശുക്രിസ്തുവിൻ്റെ നിയമം. അതാണ് പുതിയ നിയമം. അപ്പൊ ഏതാണ് കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്? യേശുവിൻ്റെ നിയമം. മറ്റുള്ളവരെ വിധിക്കരുത്. നിങ്ങളുടെ കണ്ണിൽ കരടിരിക്കും. എന്താണ് മോനെ, മനസ്സിലായ കണ്ണിന്റെ വ്യത്യാസം? നിങ്ങളുടെ കണ്ണിൽ തടിക്കഷ്ടമിരിക്കെ മറ്റുള്ളവന്റെ കണ്ണില് ഈ കർത്താവിൻ്റെ ഉപമകളെ എന്തോ ഒരു മനോഹരമില്ലേ? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ വരദാനങ്ങളെ കുറിച്ച് നമ്മൾ ആരെയും വിധിക്കരുത്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ടപേ എന്ന് പറഞ്ഞ് നമ്മുടെ അഭിഷേകം മുഴുവനും പോവില്ല, ഒരു കുറയണം. ഇത് എനിക്ക് നല്ല അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ കഴിയുന്നതും പെട്ടെന്ന് വേറൊരു ഉദാഹരണം പറയാം. ഞാനിങ്ങനെ നോർത്ത് ഈസ്റ്റിൽ ഒരു ഡയസിസിൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുകയാണ്. 10-25 വർഷം മുമ്പാണ്. അവിടുത്തെ ബിഷപ്പുണ്ട്, 80ഓളം അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഒന്നുമില്ല.
അതവർ പ്രത്യേകം പറഞ്ഞു, സിസ്റ്റേഴ്സ് പാടില്ല, അച്ഛന്മാർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ സംഭവം വളരെ സീരിയസ് ആണെന്നർത്ഥം. അതായത് ഇപ്പൊ ഈ ക്ലാസിന്റെ ഇന്റൻസിറ്റി വളരെ അച്ഛന്മാർക്ക് ബിഷപ്പിനും വേണ്ടി മാത്രമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് വേറൊരു വ്യത്യാസമാണ്. സിസ്റ്റേഴ്സ് വരുമ്പോൾ അവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചും കൂടി ക്ലാസ് വേറെ ലെവലിലേക്ക് താഴും. അൽമാരുണ്ടാവുമ്പോൾ കുറെ കൂടി താഴും. അച്ഛന്മാരും ബിഷപ്പും മാത്രമാണെങ്കിൽ നല്ല ഹൈ ലെവലിൽ ആയിരിക്കും ക്ലാസ്. എനിവേ, ഹൈ ലെവലിൽ മാറി മാറി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞാൻ അവരെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് സംസാരിച്ചു. ഇപ്പം നിങ്ങളോട് ഞാനിപ്പോൾ കുറേ പറയുന്നുണ്ട്, അതൊരു സ്നേഹം കൊണ്ട് പറയേണ്ടതാണ്. മറ്റത് എന്തോ കാരണവശാൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഉടനെ എൻ്റെ അഭിഷേകം അങ്ങ് കംപ്ലീറ്റ് താഴ്ന്നിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനങ്ങ് ഊമനായി. ഞാൻ ഉടനെ ക്ഷമ ചോദിച്ചു, എന്നോട് ക്ഷമിക്കണം, ഞാനിത് പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് തല കറങ്ങണമായി തോന്നണു. എന്നാലും ഞാൻ പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞു, യുവർ ലോർഡ്ഷിപ്പ്, മൈ ഡിയർ ഫാദേഴ്സ്, പ്ലീസ് ഫർഗീവ് മീ. ഐ ഷുഡ് നോട്ട് ഹാവ്. അപ്പൊ എന്നോട് കർത്താവ് പറയാണ്, നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടിയാണ്, ഇവരുടെ കുറ്റം പറയാൻ വേണ്ടിയല്ല. അതെ കർത്താവേ, എന്നോട് ക്ഷമിക്കണേ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇനിയുള്ള സീൻ നിങ്ങളൊന്ന് കാണണം. ഈ മെത്രാൻ, അതായത് ബിഷപ്പും ഈ 80ഓളം വൈദികരും അവരുടെ കൈ എടുത്തുകൊണ്ട് എന്നെ ആശീർവദിക്കുകയും എനിക്ക് ക്ഷമ തരികയും എനിക്ക് അബ്സലോഷൻ തരികയും ചെയ്യാണ്. ആ സമയത്ത് ഞാൻ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ ഇവരോരോരുത്തരുമായിട്ട് എൻ്റെ ആത്മാവിലൊരു, നമ്മൾ പറയുന്ന മാതിരി ശരിക്കും ഒരു ബന്ധനം തന്നെയായി നിൽക്കുന്നത്. അതാണ് പബ്ലിക് സ്പീക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത്രയും പേര് ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് വിട്ടു പോയാൽ നിങ്ങളോട് എനിക്ക് ഒരു ക്ഷമ ചോദിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് തെറ്റ് പറഞ്ഞാലും ആരെയെങ്കിലും നമ്മുടെ വാക്കുകളിലൂടെ വ്രണപ്പെടുത്താൻ പാടില്ല. നമ്മൾ ആരെയും വിധിക്കാൻ പാടില്ല. അപ്പൊ ഞാനത് പറയാണ്, ഇങ്ങനെ എനിക്ക് സംഭവിച്ച കാര്യം അത് ഞാൻ എപ്പോഴും ഓർക്കും. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് പറ്റി. അതിൻ്റെ വേറൊരു കോമഡി, ഇത് കഴിഞ്ഞ് ഞങ്ങള് ഊട്ടുമുറിയിലിരിക്കുമ്പോ ഈ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോ ഉള്ള അവിടെ ചില നോംസ് ഉണ്ട്. ഊട്ടുമുറിയിൽ ചില സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ ബിഷപ്പും വിക്കർ ജനറലും സീനിയർ പ്രീസ്റ്റും ധ്യാനഗുരുവും ഇരിക്കും. പിന്നെ അച്ഛന്മാർ വേറെ ഇരിക്കും. അപ്പൊ ധ്യാനഗുരുവിന് സ്പെഷ്യൽ സീറ്റാണ്. ബിഷപ്പിന്റെ വലതുവശത്തിരിക്കും. രണ്ടു വശത്തും വിക്കർ ജനറൽമാരും പിന്നെ പ്രധാന പുരോഹിതന്മാരും. അപ്പോൾ ഒരു പ്രധാന പുരോഹിതൻ എന്ന് പറഞ്ഞാൽ സീനിയർ പ്രീസ്റ്റ് പറയാം, എൻ്റെ തോമസ് പോളെ, ഞങ്ങളെല്ലാ ദിവസവും ബിഷപ്പാരെ കുറ്റം പറയാറുണ്ട്. എന്താ മോനെ? മനസ്സിലായോ? ഇക്കണക്കിനാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ അഭിഷേകത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ. കാരണം നമ്മൾ ഗോസിപ്പിംഗ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാൻ, ഗോസിപ്പിംഗ് വരാണെങ്കിൽ ഉടനെ നാക്ക് കടിക്കാനാണ് പറഞ്ഞത്. നാക്കിൽ കയറിയാൻ കടിക്കി. എനിവേ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പുതിയ നിയമം ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. മലയിലെ പ്രസംഗത്തിൽ, ആ മലയിലെ പ്രസംഗത്തിന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. മലയിലെ പ്രസംഗത്തിൽ പ്രകാശിതമായിരിക്കുന്നു എന്ന് പറഞ്ഞത് ഓരോ പാരഗ്രാഫിലും ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം അവിടെ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കണം. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിലൂടെ
സ്നേഹത്തിന്റെ നിയമം ആന്തരികമായി തീരുന്നു. എന്നിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഞാൻ ഇസ്രായേൽ ഭവനവുമായി യൂദാ ഭവനവുമായി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും, ഞാൻ എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സുകളിൽ നിക്ഷേപിക്കും, അവയെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. ഇനി 1966 പുതിയ നിയമം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പുതിയ നിയമം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരമാണ്. അത് സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ അത് മലയിലെ പ്രസംഗം ഉപയോഗിക്കുന്നു. അത് ചെയ്യുന്നതിന് വേണ്ട കൃപാവരം നമുക്ക് നൽകുന്നതിനായി കൂദാശകളെ പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോ ഇത് ഇപ്പൊ നമ്മള് ജെറമ്യ 29 കുറിച്ചുള്ള വിശദീകരണമാണ് ഇത്രയും പറഞ്ഞത്. സമാധാനമായോ? ഇനി ജെറമ്യ കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത പ്രവാചകനിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട എസെക്കിയേൽ മുട്ടോളം പോരാ പടി. ഇതൊരു മനോഹരം അല്ലേ? എഴുന്നേറ്റൊന്ന് പാട്. മുട്ടോളം പോരാ പോരാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. Fill us, fill us. Come Holy Spirit, come Holy Spirit, come Holy Spirit. Yes. ഇരിക്കാം. അപ്പോ ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പഴയ നിയമത്തിലെ ഏറ്റവും ആധികാരികമായ ഒരു ശക്തമായ പ്രവചനം. മുട്ടോളം പോരാന്നുള്ളത് വേറെ, എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എസെക്കിയേൽ 36. എസെക്കിയേൽ 36:25 മുതൽ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ഇത് മാമോദിസായെ കുറിച്ചാണ്. അപ്പൊ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഈശോയുടെ ജ്ഞാനസ്നാനവും ഈശോയുടെ കൂദാശകളിൽ ഏറ്റവും പ്രധാനമായ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നമ്മളെല്ലാവരിലും പരിശുദ്ധാത്മാവിന് നൽകുന്നത്. അപ്പൊ അവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. നിങ്ങളുടെ കണ്ടോ, ഇവിടെ എല്ലാം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നില്ല. ഈ ഭാഗത്ത് 16 പോയിന്റ് ഉണ്ട്. ഈ 16 പോയിന്റിലും കർത്താവ് ചെയ്യണ കാര്യം പറയണം. ഒന്ന്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. 2, അല്ലെങ്കിൽ ഇത് തന്നെ 2. 3, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയണ്ടോ അവിടെ? 3 അല്ലെങ്കിൽ 4, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. 5, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. 6, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റി മാംസഹൃദയം നൽകും. 7, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. 8, നിങ്ങളെ എന്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. 9, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. 10, നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. 11, എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. 19, ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. ഇപ്പൊ എത്രയായി? 13,
നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇവിടെ ഈ ഭാഗത്തെല്ലാം പറയുന്നത് പുതിയ ഈ ഉടമ്പടിയുടെ ആവിഷ്കാരത്തിൽ കർത്താവ് എങ്ങനെ ഇതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരും. പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നൽകുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും നമ്മളിലുള്ള സകല മലിനതകളും കർത്താവ് എടുത്തു മാറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് റിസീവ് ചെയ്യണം. വി ആർ ഓൺലി റെസിപ്പിയന്റ്. ഇത് നമ്മുടെ ആദ്യകാലത്തെ വിശുദ്ധീകരണ ധ്യാനത്തിന്റെ പ്രധാന ഒരു ടോപ്പിക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനു ശേഷമാണ് അസ്ഥികളുടെ താഴ്വര 37-ാം അധ്യായത്തിൽ. അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, 3-ാമത്തെ, നീ ഈ അസ്ഥികൾക്ക് അല്ല, അതിനു മുമ്പ് അവിടെ നിന്റെ ആത്മാവിനാൽ, അവിടുന്ന് തന്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ എന്നവയോട് പറയുക. ഇതെന്താണ് ഈ പറയണത്? കേട്ടോ, നമ്മൾ പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. അവന്റെ അസ്ഥി എഴുന്നേറ്റ് വെക്കും എന്ന പോലെ നീ ഈ അസ്ഥികളോട് പ്രവചിക്കുക. അവിടെ നിന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ എന്നവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കും, മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഗതന്മാരുടെ മേൽ വീശുക. അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ജനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർച്ചയായും പരിചിക്തരായിരിക്കുന്നു എന്നവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും.
നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്ന് പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളിച്ചു. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വായിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇത് സാംശീകരിക്കാൻ പോവുകയാണ്. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മളിൽ ഈ പ്രവചന വരത്തിന്റെ ഒരു ഭയങ്കര തരംഗമുണ്ടാകുകയാണ്. അതിങ്ങനെ നമ്മളിൽ അഭിഷേകമാകുകയാണ്. അപ്പൊ ഇത് കൂടുതൽ കൂടുതൽ ഓരോ പ്രവചന ഭാഗങ്ങളും വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ പ്രവചനങ്ങൾ നൽകിയ അതേ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരനക്കമുണ്ടാക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ചലനമുണ്ടാക്കുകയാണ്. നമ്മളിങ്ങനെ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അസ്ഥികൾ എഴുന്നേറ്റ് നിൽക്കുന്നതും അപ്പൊ ഇസ്രായേൽ ജനത്തെ മുഴുവനും തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ ഈ ഭയാനകമായ അവസ്ഥയിൽ അവരെ തിരിച്ചു കൊണ്ടുവന്നത് പ്രവചനത്തിലൂടെയാണ് എന്നുള്ളത് ഇപ്പോ ക്ലിയർ ആയോ? എന്തൊന്നും മിണ്ടാത്ത നിങ്ങൾ. അതായത് ഇത്രയും ഭയാനകമായ അടിമത്തത്തിൽ കിടന്ന മനുഷ്യർക്ക് ഇനി രക്ഷയില്ല എന്ന്, ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു എന്ന് അവർ സ്വയം എഴുതി തള്ളിയ കേസ് കർത്താവ് പ്രവചനത്തിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീടാണ് മറ്റ് പ്രവാചകന്മാര്, ഈ ഒബാദിയ, നഹ്മിയ, അങ്ങനെയുള്ള മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയും, കൊച്ചു പിള്ളേരുടെ മാതിരി അവരെല്ലാമാണ് പിന്നെ ജെറുസലേമിന്റെ കോട്ട പണിയാനും ദേവാലയം പണിയാനും കാശ് പിരിക്കാനും ഇങ്ങനെയൊക്കെ, അതൊക്കെ അതിന്റെ ഡെവലപ്മെന്റ്. പക്ഷെ ഈ മൂന്ന് പ്രവാചകന്മാരിലൂടെ ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇതൊരു വലിയ രഹസ്യമായിട്ട് നിങ്ങളൊന്ന് പിടിക്കുക. ഇത് വാസ്തവത്തിൽ ലോകം മുഴുവനും ഇന്ന് ഈ അടിമത്വത്തിൽ നബൂഖദ്നേസറിന്റെ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാൻ കൽപ്പിക്കുന്ന അവസ്ഥയിൽ അവിടെ അടിമകളായി ജീവിക്കുന്ന മനുഷ്യരെ പോലെയാണ് ഇന്ന് ലോകം മുഴുവനും. ദൈവം ഉണ്ടെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും ആ ക്രിസ്തീയ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാതെ അന്ധകാരത്തിലും അടിമത്വത്തിലും സുഖലോലുപതയിലും ലൗകികതയിലും ജോലിയും ചീട്ടുകളിയും എന്തൊക്കെയാണോ ഇതെല്ലാത്തിലും മുഴുകിക്കഴിയുന്ന ഒരു ലോകം. എങ്ങനെ ഈ ലോകത്തെ തിരിച്ചു കൊണ്ടുവരും? നമ്മൾ ഈ വചനം പ്രഘോഷിക്കുന്നതും ധ്യാനം നടത്തുന്നതും എല്ലാം നല്ല സത്യക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിൽ വരുന്ന ആൾക്കാരോടാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഭയാനകമായ അന്ധകാരത്തിൽ കഴിയുന്ന അണ്ടർവേൾഡ് ലോകത്തിന്റെ മറ്റ് അനേകം ആൾക്കാർ ഇവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? ഇതാണ് കർത്താവിന്റെ മഹാപദ്ധതി. അന്ന് 3 പ്രവാചകരിലൂടെ, എല്ലാവരും ശ്രദ്ധിക്കണേ, അന്ന് 3 പ്രവാചകരിലൂടെ ഇസ്രായേലിനെ കർത്താവ് അടിമത്വത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് ലോകമെമ്പാടും പരന്നു കിടക്കുന്ന ഈ മഹാജനതയെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ ക്രിസ്ത്യാനികളും പ്രവാചകരാക്കിയിരിക്കുന്നു. അവർ പ്രവചിക്കുമ്പോൾ ലോകം മുഴുവനിലേക്കും ഈ ശക്തി പകർന്ന് അവരുടെ അസ്ഥികൾ ഉണരും, അവരുടെ ആത്മാവിൽ ജ്വലനമുണ്ടാകും, അവർ തിരിച്ചു വരും. അതുകൊണ്ടാണ് അവസാന നാളുകളിൽ എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായുടെ ഉയർപ്പിന് ശേഷമുള്ള കാലഘട്ടമാണ് ഈ അവസാന നാളുകൾ. ഈ സഭയുടെ നാളുകളാണ്. അവസാന നാളുകളിൽ എൻ്റെ ആത്മാവിനെ
എല്ലാ മനുഷ്യരിലും ഞാൻ വർഷിക്കും, അവരെല്ലാവരും പ്രവചിക്കും. അങ്ങനെ എല്ലാവരിലുമുള്ള പ്രവചനം വരം അഭിഷേകമാകുമ്പോൾ ആ പ്രവചനത്തിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും കർത്താവിന്റെ വചനവും പരിശുദ്ധാത്മാവിന്റെ ശക്തി കത്തി പടർന്ന് അവരെ ഉണർത്തി അവരെ തിരിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലിയറായോ? ഇതുകൊണ്ടാണ് ഈ പ്രവചനവരത്തിന് പ്രാധാന്യമുണ്ടെന്ന് പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങൾ ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രവചനവരം. വീണ്ടും പൗലോസ്ലീഹ പറയുന്നു, സഭ പണിതുയർത്തിയിരിക്കുന്നത് അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിസ്ഥാനത്തിലാണ്. അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞാൽ ബിഷപ്പുമാരും അവരുടെ കൂടെയുള്ള പ്രധാന പുരോഹിതന്മാരുമാണ്. എന്നാൽ പ്രവാചകന്മാർക്ക് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. നമ്മളൊക്കെ പ്രവാചകരാണ്. ജെറമിയ പറഞ്ഞു, ഞാൻ വെറും ഒരു ബാലനാണ്. നീ വെറും ബാലനാണെന്നൊന്നും പറയരുത്. നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തന്നെ ഞാൻ നിന്നെ പ്രവാചകനായി അഭിഷേകം ചെയ്തിരിക്കുന്നു. കണ്ടോ പ്രവാചകത്തിന്റെ. ഇപ്പൊ അവിടെ രണ്ട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ജെറമിയ 1-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനത്തിൽ പറയാണ്, അപ്പൊ നമ്മളെല്ലാവരെയും സ്ഥായിയായിട്ടുള്ള നമ്മുടെ ഒരു വിളിയാണ് പ്രവാചക ദൗത്യം. എല്ലാവരിലും ഈ പ്രവാചക ദൗത്യമുണ്ട്. പക്ഷേ എല്ലാവരും പ്രവാചകരോ, എല്ലാവരും അഭിഷിക്തരോ, എല്ലാവരും അപ്പസ്തോലരോ എന്ന് പറയുന്നതിന്റെ അർത്ഥം പ്രവാചകവരം ഇല്ലെന്നല്ല. എല്ലാവരിലും പ്രവാചകവരം ഉണ്ടെങ്കിലും മറ്റ് പല വരങ്ങളും അവരിലുണ്ട്. അപ്പൊ മറ്റ് ചില വരങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഈ പ്രവാചകവരം അതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് കിടക്കുള്ളൂ. മറ്റ് വരങ്ങൾ അതിൽ പ്രവർത്തിക്കും. പക്ഷെ പ്രവാചകവരം അതിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഒരാൾക്ക് ഭൂതോച്ചാടന വരമാണ്, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന വരമാണ്, പിശാചുക്കളെ തിരിച്ചറിയുന്ന വരമാണ്. എന്നാലും അതിന്റെ പിന്നിൽ ഒരു പ്രവാചകവരമുണ്ട്. ഓക്കെ, ഇത് ഒന്ന് കേൾക്കാം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, 1:4, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. അവൻ ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണെന്ന് പറയും. ഇനി ശ്രദ്ധിക്കണം, ഇനിയുള്ള വാക്കാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് ഈ പ്രവചനവരം പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഞാനാണ് കർത്താവ്. അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഇതാണ് പ്രവചനവരത്തിന്റെ പ്രവർത്തനം. ഈ കൈ നീട്ടി, കർത്താവിന്റെ കൈ ഏതാ? കർത്താവിന്റെ കൈ വചനവും പരിശുദ്ധാത്മാവുമാണ്. കർത്താവിന് 2 കൈയാണുള്ളത്. വലത് കൈ വചനവും ഇടത് കൈ പരിശുദ്ധാത്മാവും. കാറ്റഗിസം 272. ഇപ്പൊ ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. എന്നാലും വലത് കൈ വചനം, ഇടത് കൈ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ വലത് കൈ ഈശോ, ഇടത് കൈ പരിശുദ്ധാത്മാവ്. ഈ കർത്താവ് സകലതും പ്രവർത്തിക്കുന്നത് ഈ 2 കൈകളിലൂടെയാണ്. എങ്ങനെയാണ്? പ്രകാശമുണ്ടാകട്ടെ. കണ്ടോ, ഈ 2 കൈയും കൂട്ടിയടിച്ചപ്പോ എന്തുണ്ടായി? പ്രവചനമുണ്ടായി. ഈ 2 കൈയും കൂട്ടിയടിക്കുമ്പോൾ നീ വചനം പ്രഘോഷിക്കുക. എന്തുണ്ടായി?
ശബ്ദമുണ്ടായി. എന്തായിരുന്നു ആ ശബ്ദം? പ്രവചനം. അപ്പോൾ അത് അവിടെ സംഭവിക്കുകയാണ്. മനസ്സിലായോ? പ്രകാശം ഉണ്ടാകട്ടെ. വലതുകൈ യേശു, പുത്രൻ, ഇടതുകൈ പരിശുദ്ധാത്മാവ്. കർത്താവ് തന്റെ കൈ നീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചു. എന്ത് പറഞ്ഞു വച്ചു? ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അതെല്ലാവരും സ്വീകരിച്ച്, ഇതാണ് പ്രവചനപരത്തിന്റെ അഭിഷേകം. ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഇനി അടുത്തത്, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും. ഇത് പഴയതെല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്രയും മതി. പോരെ? നമുക്കൊന്ന് സ്തുതിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചുകൊണ്ട് വീണ്ടും ഈ പ്രവചനപരത്തെ കൂടുതൽ അഭിഷേകമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തുതിക്കണം. ഇപ്പോ പ്രവചനം ഇപ്പൊ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് പ്രവചനം ഉണ്ടാകുമ്പോൾ നിങ്ങളങ്ങ് പ്രവചിക്കുക. ഇപ്പൊ ഇവിടെ ഒന്നും ആരും പറയണമെന്നില്ല. എല്ലാവരിലും പ്രവചനവരം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവചനവരം തുറക്കട്ടെ. പ്രവചനവരം അഭിഷേകമാകട്ടെ. പ്രവചനവരം അഭിഷേകമാകട്ടെ. ശാലബല ഹലബല. എല്ലാവരും അതിരം തുറന്ന് ശാലബല ഹലബല. എല്ലാവരും അതിരം തുറന്ന് ശാലബല ഹലബല. എല്ലാവരും അതിരം തുറന്ന് ശാലബല ഹലബല ഹലബല ഹലബല. ശാലബക്കാല മക്കുല മക്കാല ലംബാല മക്കാല റബൂല മക്കാല. ഞങ്ങൾ ദാഹിക്കുന്നു, പ്രവചനപരത്തിനായി ദാഹിക്കുന്നു. പ്രവചനപരം ഞങ്ങളിൽ തുറക്കണമേ, പ്രവചനപരം ഞങ്ങളിൽ തുറക്കണമേ. വലിയ കാര്യങ്ങൾ ഞങ്ങളിലൂടെ സംഭവിക്കുന്നതിന് സഭ മുഴുവനിലും
ഭാഷാവരം, പുതിയ ഭാഷാവരത്തിനായി കായിക ഹല 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 ഹല. Praise the Lord. Praise the Lord. Hallelujah. 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 മുട്ടോളം പോരാ, മുട്ടോളം ഓക്കെ, മതി മതി. മറ്റേ പറഞ്ഞു മതി. ഇന്ന് ഇവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തത് എങ്ങനെയാ? പറഞ്ഞാലാരും വിശ്വസിക്കാത്ത ചെയ്യാൻ പോകുന്നു, പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. Praise the Lord. Hallelujah. എല്ലാവരും ഇരിക്കാം. ആമേൻ. ആമേൻ. ഓക്കെ, ഇപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കണോ അതോ ഈ ഗ്രൂപ്പ് തന്നെ മതിയോ? ഈ ഗ്രൂപ്പ് തന്നെ മതിയോ അതെ ഇതിനെ ഷഫിൾ ചെയ്യണോ? ഷഫിൾ ചെയ്യാം. ഓക്കെ, ഷഫിൾ ചെയ്യാം. ഞാനൊന്ന് ഇരിക്കട്ടെ. അപ്പൊ ഇപ്പോ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. സ്റ്റോപ്പ്.